പഠിക്കാനെന്നുള്ള പേരിൽ നീ ആ ടീച്ചറെ കാണാൻ അവിടെ പോകുന്നെന്ന് എനിക്കറിയാം. ദേവാ, അതിന്റെ ശിക്ഷ വളരെ വലുതായിരിക്കും. ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക നീയല്ല, ആ ടീച്ചറായിരിക്കും. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ഞാൻ കാരണം ആ ടീച്ചർക്കൊന്നും വരാൻ പാടില്ല. ആർക്കൊരു വിഷമം ഉണ്ടാവരുത്. ഇന്നു മുതൽ നീ ട്യൂഷൻ നിർത്തണം. ആ ടീച്ചറിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ഒരു ബന്ധവും പാടില്ല. സമ്മതിച്ചോ? നാളെ ഞാൻ തെങ്കാശിക്ക് പോവുക. അവിടെ ഹനുമാൻ ക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ട്. വ്രതവും വഴിപാടും പൂജയും ഒക്കെയായി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അതുവരെ നീ ആ ടീച്ചറിൽ നിന്നും അകന്നു നിൽക്കണം. സ്വാമി, ഓർക്കണം സ്വാമി, എല്ലാം എന്റെ തെറ്റാ. ടീച്ചർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ടീച്ചറെ ശിക്ഷിക്കരുത്. ടീച്ചർ പാവ. ഒരുപാട് സങ്കടങ്ങളുമായി നടക്കുന്ന ടീച്ചറെ നീയും കൂടി ദ്രോഹിക്കരുത്. പകരം എന്നെ ശിക്ഷിച്ചോളൂ. ടീച്ചറിനെ വെറുതെ വിടണം. ഞാനാ തെറ്റുകാരൻ. ശിക്ഷ എനിക്ക് തന്നോളൂ. സന്തോഷത്തോടെ സ്വീകരിച്ചോളാം ഞാൻ. സ്വാമി, ആ ടീച്ചർ ശിക്ഷിക്കരുത്. സ്വാമി, എന്റെ പ്രാർത്ഥന കേൾക്കണം. ആഞ്ജനേയ, നിന്നോടുള്ള പ്രതിജ്ഞ മറന്ന് ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചതും ഞാനാ. വീണ്ടും വീണ്ടും കാണാനുള്ള മോഹത്തോടെ പഠിക്കാൻ പോയതും എന്റെ തെറ്റാ. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊന്നും ടീച്ചർക്ക് ശിക്ഷ കൊടുക്കരുത്. സ്വാമി, ഞാൻ എന്റെ തെറ്റുകൾക്കൊന്നും മുതിരില്ല. നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥന അർപ്പിച്ച് നിന്റെ മുമ്പിൽ ഞാൻ എന്ന് നിന്നോളാം. എന്റെ തെറ്റുകൾക്ക് മറ്റൊരാളെ ശിക്ഷിക്കരുത്. സ്വാമി, എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണം. എന്നെ കൈവിടരുത്.